കലയുടെ പൂരം വേദികളിൽ കൊട്ടിയാടുമ്പോൾ ജീവിതമെന്ന കലയിൽ സ്വന്തം ജീവിതം അല്ലെങ്കിൽ സ്വന്തം മനോവിഷമങ്ങൾ മനസ്സിൽ അടക്കി വെച്ചുകൊണ്ട് ഒരു ധീരയായ വനിത ഒരു ജോക്കർ വേഷമണിഞ്ഞ് ആളുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ധീരതയ്ക്ക് പിന്നിൽ ഒരു കഥയുണ്ട്, ഒരു സങ്കടമുണ്ട്, ഒരു സങ്കടക്കടലുണ്ട്. എന്താണ് ഇതിൻ്റെ പിന്നിലെന്ന് ഞാൻ അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചറിയാം. ചേച്ചി നമസ്കാരം. ജീവിതം ഒരു കലയാണ് ചേച്ചി. ഇപ്പം അതും സ്വയം വേഷത്തിൽ അണിഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊരു നന്മയാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ, അല്ലെങ്കിൽ എന്താണ് ഇതിന് പിന്നിലുള്ള കഥ? എന്താണ്? എനിക്ക് ജീവിതമാണ് ലഹരി. അതുകൊണ്ട് ഞാൻ ലോട്ടറി വിൽക്കുന്നു, ആ കിട്ടുന്ന വരുമാനം കൊണ്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. ഇപ്പോൾ കലോത്സവമായിട്ടും ലോട്ടറി വിൽക്കാൻ വന്നിട്ടുണ്ട്. കുട്ടികളായിട്ട് സംസാരിക്കുന്നു. കുട്ടികൾക്കും GK-യും കുസൃതി ചോദ്യമൊക്കെ ചോദിച്ച് ചെറിയ സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒന്നും ഉത്തരം കുട്ടികൾക്ക് പറയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ആരുടെയെങ്കിലും ബർത്ത്ഡേ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളി ബിരിയാണിയും നെയ് പായസവും കൊടുക്കുന്നു. ഞാൻ കൊടുക്കുന്ന ബിരിയാണിക്കും നെയ് പായസത്തിനൊന്നും ഫുഡ് പോയ്സൺ ഒന്നും ഉണ്ടാവില്ല. എത്ര ദിവസം വെച്ചാലും കേടാവേയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബിരിയാണി നെയ് പായസമൊക്കെ പുസ്തകങ്ങളാണ്. വായനയാവട്ടെ ലഹരി എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സന്ദേശം. ജീവിതത്തിൽ ഹാപ്പി മൂഡും ഉണ്ട്, സാഡ് മൂഡും ഉണ്ട്. ഞാൻ വൈറ്റ് ഉദ്ദേശിക്കുന്ന ഹാപ്പി മൂഡ് സമാധാനത്തിൻ്റെയാണ് വൈറ്റ് ഉദ്ദേശിക്കുന്നത്. ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ ദുഃഖത്തിൻ്റെ സാഡ് മൂഡാണ്. പിന്നെ എൻ്റെ കൊട കണ്ടോ? ഈ കൊട ഗ്രീൻ ആണ്. ഈ ഗ്രീൻ കാണുമ്പോൾ ഹാപ്പി അല്ലേ? പക്ഷെ എൻ്റെ കൊടയുടെ ബാക്ക് സൈഡ് കണ്ടിട്ടില്ല, അത് ബ്ലാക്ക് കളറാണ്. അപ്പോൾ എൻ്റെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് ഉള്ളിൽ എന്തൊക്കെ വിഷമം ഉണ്ടെന്നുണ്ടെങ്കിലും എൻ്റെ മുഖം കാണുമ്പോൾ എല്ലാവർക്കും ഹാപ്പി ആയിട്ട് തോന്നണം, അവരും ഹാപ്പി ആവണം എന്നതാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഗ്രീൻ കൊടയൊക്കെ ആയിട്ട് വന്നേക്കുന്നത്. ചെരുപ്പും വെള്ള, നമ്മുടെ രണ്ടിന്റെയും വെള്ളമാണ്. അപ്പം നമുക്കൊരു സമാധാനത്തിന്റെ ചൂടുവെപ്പാണ് എന്നുള്ളതാണ്. കാരണം വൈറ്റ് ചെരുപ്പിടുന്നു, നമ്മ സമാധാനത്തോടു കൂടിയുള്ള യാത്രയാണ് ചെയ്യുന്നത്. ഹാപ്പി മൂഡാണ്, അതാണ് വൈറ്റ് എന്നുള്ളത്. അപ്പം എനിക്കും കിട്ടി ഒരു പുസ്തകം. ഇനി എൻ്റെ ലഹരി ഈ പുസ്തകം വായിച്ചു തീർക്കുക എന്നതാണ്. കലയും വായനയും ഒക്കെ ആയിരിക്കണം യുവതലമുറയുടെ ലഹരി. ക്യാമറമാൻ ഡൈസിനൊപ്പം സിമി ഗീതേഷ്. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്ത് ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ. Experience the next. മൈജി ആണ് ഫ്യൂച്ചർ.